ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് കോട്ടയ്ക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ വിശേഷങ്ങളാണ്. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പുറകിൽ ഇടുപ്പല്ലിൻ്റെ അടുത്തുനിന്ന് ഇത് കുത്തിയെടുക്കുന്നതാണ് ഇപ്പം കാണുന്നത്. ബോൺമാരോ സ്റ്റെസൻ തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. തിയേറ്ററിലെ ഉള്ള ഇതാണ്. ഇത് എടുത്തതിന് ശേഷം ഓരോന്ന് വേർതിരിച്ച് എടുക്കുന്നതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സംഭവം തന്നെ എനിക്കിത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്ക്രീനിൽ കണ്ടില്ലേ, ഇങ്ങനെ ഡോക്ടർ ഇത് പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ആ സ്ക്രീനിൽ നോക്കി ഇങ്ങനെ മനസ്സിലാക്കുന്നു. അതാണിപ്പം കാണുന്നത്. മുട്ടിൽ ഇത് അവിടുന്ന് എടുത്ത് ഇതിലേക്ക് ഓരോ പൊസിഷൻ ഇത് കാണിച്ചു തന്നിട്ട് അതിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. എവിടേക്കാണെന്നുള്ളത് അതെനിക്കിങ്ങനെ കാണിച്ചു തരും, ഓരോന്ന് വേർതിരിച്ചെടുത്തിട്ട് ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പം ഇതിന് ശേഷമുള്ള മറ്റു കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഇപ്പം പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കേട്ട് കഴിഞ്ഞാലോ. പ്രേം എന്നാണ്. എവിടെയാണ്? സ്വന്തം നാട് കോട്ടയമാണ്. ഇപ്പം ഞാനിവിടെ കോട്ടയ്ക്കലാണുള്ളത്. കോട്ടയ്ക്കൽ നമ്മൾ മിംസിൽ, അൽമാസിൽ, പിന്നെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ, അങ്ങനെയുള്ള നമ്മൾ ഈ ഏരിയയിലുള്ള എല്ലാ 3-4 ഡിസ്ട്രിക്ട് ഞാനാണ് നോക്കുന്നത്. ചെയ്യുന്നത്. അതായത് റീജനറേറ്റീവ് നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ PRP ചെയ്യുന്നത്. PRP എന്ന് പറയുമ്പോൾ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയാണ്. അതെന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലഡിനകത്തുനിന്ന് നമ്മുടെ സ്റ്റെം സെല്ലിന്റെ ബേസ് ആയിട്ട് വരുന്ന ഗ്രോത്ത് ഫാക്ടേഴ്സിനെ ഡെറിവേറ്റ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുവാണ്. അതായത് നമുക്കിപ്പോൾ ബോഡിയിൽ പെയിൻ ഉള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഉള്ള ഭാഗങ്ങളിൽ നമ്മൾ ഇപ്പം ഷോൾഡറിനാണേലും അങ്ങനെ ഗോൾഫ് എൽബോ അല്ലെങ്കിൽ ടെന്നീസ് എൽബോയോ അല്ലെങ്കിൽ ഇങ്ങനെ മുട്ടിന് തേയ്മാനം ഉള്ളിടത്ത് നമ്മൾ നോർമലായിട്ട് അത് ചെയ്യുന്നത്. അപ്പൊ ഇതല്ലാതെ നമ്മൾ റീജനറേറ്റീവ് ആയിട്ട് വരുന്ന ഡിസീസസ് വരുന്ന ആൾക്കാർക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് സ്റ്റെം സെൽ എടുക്കുമെന്ന് പറയും. സ്റ്റെം സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോണിനകത്തുനിന്നുള്ള ബോൺമാരോ നമ്മൾ എടുത്ത് നമ്മളത് സെപ്പറേറ്റ് ചെയ്ത് അതാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നത്. അതാണ് ഈ പ്ലാസ്മ ഇതൊക്കെ വേർതിരിച്ചെടുക്കുന്ന അതാണ് സ്റ്റെം സെൽ തെറാപ്പി. അപ്പൊ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ബോൺമാരോ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അതായത് നമ്മുടെ ചേട്ടന്റെ അതായത് നമ്മുടെ ഇടുപ്പെല്ലിനകത്ത് എലിയാക് ബോൺ എന്ന് പറയും. ആ എലിയാക് ബോണിന്റെ അകത്തുനിന്നുള്ള ഒരു 50 ml നമ്മുടെ മജ്ജ വലിച്ചെടുത്ത് അത് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് അതിനകത്തുനിന്ന് സ്റ്റെം സെല്ല് സെപ്പറേറ്റ് ചെയ്ത് അത് പ്ലാസ്മയായിട്ട് മിക്സ് ചെയ്ത് അതാണ് നമ്മളൊരു 12 ml എടുത്ത് 6 ആയിട്ട്. ശരിക്കും പറയാൻ കുറെ പ്രൊസീജിയർ ഉണ്ട്. അതിന് കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മിഷനറീസ് വെച്ചാണ് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ ബോഡിയിലുള്ള ഏത് കാര്യത്തിനും നമ്മൾ അത് റീജനറേറ്റ് ചെയ്യുന്ന കപ്പാസിറ്റിയാണ് ഈ സ്റ്റെം സെൽ എന്ന് പറഞ്ഞാൽ. ഈ സ്റ്റെം സെല്ലാണ് ഇതിന്റെ ബേസ്. അതായത് എല്ലാ ബോഡിയിലെ എല്ലാ പാർട്സിന്റെ ഗ്രോത്തിന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെം സെല്ലാണ്. സ്റ്റെം സെല്ലാണ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്ത് പുതിയ റീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പൊ അത് നമ്മൾ ഏതെങ്കിലും ഡിഫക്റ്റ് ഉള്ള ഭാഗത്തോട്ട് നമ്മൾ പുറത്തോട്ട് നമ്മൾ പുറത്തെടുത്ത് അതിന്റെ ഒരു സെൽസ് നമ്മൾ അതിനെ ഇപ്പൊ മുട്ടിന്റെ നമ്മൾ ആ തേയ്മാനുള്ള ഭാഗത്തോട്ട് ഇഞ്ചെക്ട് ചെയ്യുമ്പോഴത്തേനും അവിടെ നമുക്കത് റീജനറേറ്റ് ചെയ്യുവാണ്. ഇപ്പൊ ആ ടിഷ്യൂസ് അത് സെൽസ് തന്നെയാണ്. അത് വീണ്ടും അവിടെ ചെന്നിട്ട് ഇപ്പം ആ മുട്ടിനകത്ത് അത് വ്യാപിച്ച് ഇങ്ങനെ അത് അവിടെ പുതിയ സെൽസ് റീജനറേറ്റ് ചെയ്ത് അവിടെ ടിഷ്യൂ വളർന്നു വരുന്നതാണ്. അപ്പൊ അതിന് നമുക്കൊരു മിനിമം ഒരു 3 months ടൈം എടുക്കും. 3 months ടൈമിലാണ് നമ്മളിത് റീജനറേറ്റ് ചെയ്ത് വരുന്നത്. ഇതിപ്പോ ഞാനിപ്പോ ഇത് ചെയ്ത് കഴിഞ്ഞല്ലോ, ഇനിയിപ്പം ശ്രദ്ധിക്കേണ്ടത് എന്താണുള്ളത്? ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ OANE എന്ന് പറയുമ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂടുതലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറുന്നത് ഒഴിവാക്കുക. അതായത് 1-2 സ്റ്റെപ്പ് കയറുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. വീടിനകത്തുള്ള സ്റ്റെപ്പുകളൊന്നും കുഴപ്പമില്ല. പക്ഷെ വീടിന്റെ മേളത്തെ കല്ലിലോട്ട് കയറുമ്പോൾ ഒരു ഒറ്റയടിക്ക് 20 സ്റ്റെപ്പ് കയറുക, 20 സ്റ്റെപ്പ് ഇറക്കാം. അപ്പൊ അതിന് ആ സമയത്ത് വരുന്നത് പറഞ്ഞാൽ നമ്മുടെ കാലിന്റെ ഒരു ജോയിന്റിലോട്ട് നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ നമ്മുടെ ബോഡിയേക്കാളും 3 times വെയിറ്റ് ആണ് ഈ ഒറ്റ ജോയിന്റിലോട്ട് വരുന്നത്. അപ്പൊ ഈ ജോയിന്റ്സ് തമ്മിൽ ഭയങ്കരമായിട്ട് പ്രഷർ വരുമ്പോഴത്തേനും അവിടെ വീണ്ടും നമ്മളെ
കുത്തിവെച്ചേക്കുന്ന സെൽസ് വീണ്ടും ഡെഡ് ആയി പോകും. അതെ അപ്പോൾ അതിൻ്റെ ഒരു ഇത് ആക്റ്റീവ്നെസ് അത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അവിടെ വീണ്ടും റീജനറേറ്റ് ആകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇപ്പം PRP ആണെങ്കിലും ശരി സ്റ്റെം സെല്ലാണെങ്കിലും അഡ്വാൻസ് ഇതായതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് കുറച്ചുകൂടെ ഗ്രോത്ത് കിട്ടും. എന്നാലും നമ്മൾ ആ സമയത്ത് ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ റിസൾട്ട് എത്ര കാലം വരെ നമ്മളിത് ഒരു ആദ്യത്തെ ഒരു 1 or 2 വീക്സ് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഗ്രോത്ത് കിട്ടും. ആ സമയത്ത് നമ്മള് ഒത്തിരി നേരം മുട്ട് മടക്കി ഇരിക്കാതിരിക്കുക, ഒരു കുറെ ലോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യാതിരിക്കുക, അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒഴിവാക്കുക. നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മൾ ഒത്തിരി സ്ട്രെസ് കൊടുത്തു കഴിയുമ്പോഴത്തേനും വലിയൊരു റിസൾട്ട് പ്രതീക്ഷയ്ക്ക് കിട്ടണ്ട. അപ്പം ആ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഫിസിയോതെറാപ്പിയും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തു പോവുക. ഞങ്ങൾ ചെയ്യുന്ന ഇപ്പം ഈ സ്റ്റെം സെൽ തെറാപ്പി തന്നെ ഒത്തിരി കമ്പനികളുടെ ഉണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ട്രൈസെൽ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. നമ്മള് കമ്പനി UK എന്നുള്ള കമ്പനിയാണ്, മാനുഫാക്ചറിങ് കൊറിയയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മോസ്റ്റ്ലി എല്ലാ ഹോസ്പിറ്റലും ഓൾ ഓവർ കേരളയും തമിഴ്നാട് എല്ലാം ഞങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ 5 വർഷം ഈ ഫീൽഡിലുണ്ട്. വരുന്നത് നമ്മളാണ് എല്ലാം ചെയ്യുന്നത്. സ്റ്റെം സെല്ല് സെപ്പറേഷൻ ചെയ്യുന്നതും PRP എല്ലാം ചെയ്യുന്നത് ഞങ്ങളുടെ കമ്പനിയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ട്രൈസെൽ അതിന്റെ PRP അല്ലെങ്കിൽ BMAC എന്ന് പറഞ്ഞ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ മോസ്റ്റ്ലി എല്ലാ ഹോസ്പിറ്റലിലും ചെയ്യുന്നുണ്ട്.